to another class of Jolie Tutorials. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ എക്സാമ്പിൾസ് ആൻഡ് എക്സസൈസ് 5.1 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്, വിച്ച് ഈസ് ദ nth ടേം ഓഫ് എൻ AP. ഒരു APയുടെ nth ടേം എന്ന് പറയുമ്പം ഇറ്റ് ജനറലി മീൻസ് ദാറ്റ് ഒരു APയിൽ ഇപ്പം നിങ്ങൾ ഒരു AP തരുക, അതിന് 25th ടേം ഏതാ, നിങ്ങൾക്ക് ആകെ 4 ടേംസ് തന്നിട്ടുള്ളായിരിക്കും. പക്ഷെ അതിൽ നിന്ന് നിങ്ങളോട് ചോദിക്കും 25th ടേം ഏതാ അല്ലെങ്കിൽ 50th ടേം ഏതാ. അങ്ങനെയൊക്കെ ചോദിക്കുമ്പം നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു ഫോർമുലയുണ്ട്. അത് ആ ഫോർമുല എന്താണെന്ന് ഡയറക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് ആ ഫോർമുല എങ്ങനെ വന്നു എന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. സോ ഒരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഓക്കെ എന്തെങ്കിലും പേര് ഓക്കെ ഇതിനകത്തെ പേര് തന്നെ എടുത്തേക്കാം, അല്ലെങ്കിൽ പിന്നെ ഇതിനകത്തെ പേര് എനിക്ക് കാണാൻ പറ്റുന്നില്ല. റീന. സോ റീനാസ് സാലറി അതാണ് നമ്മൾ APക്കകത്ത് കേസായിട്ട് എടുക്കുന്നത്. സോ റീനാസ് സാലറി ഫസ്റ്റ് മന്തിൽ അവർ കൊടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 8K ആണ്. ഇയർ വൈസ് ആണ്. അപ്പം ഫസ്റ്റ് ഇയറിൽ അവർ കൊടുക്കുന്ന സാലറി ഇൻ റുപ്പീസ് 8,000. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഇവർ പെർ മന്ത് 500 റുപ്പീസ് കൂട്ടിക്കൊടുക്കും, അതിൽ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പം സെക്കൻഡ് ഇയർ പെർ മന്ത് എത്ര രൂപ കിട്ടുന്നത്? 8,500. തേർഡ് മന്ത് ആകുമ്പോൾ കിട്ടും 9,000. അപ്പോൾ എല്ലാ വർഷവും ഇവരിത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് ടേം ഉണ്ട്. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിൽ 500 ഡിഫറൻസ്. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും തമ്മിൽ വീണ്ടും 500 ഡിഫറൻസ്. സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു AP ആണ്. സോ ഈ ഒരു APയിൽ ഇപ്പം നമ്മളോട് പറയുക ഫസ്റ്റ് ഇയറിൽ ഇത്രയും, സെക്കൻഡ് ഇയറിൽ ഇത്രയും, തേർഡ് ഇയറിൽ ഇത്രയും. നിങ്ങൾ 50th ഇയറിൽ ഈ റീനയ്ക്ക് എത്ര സാലറി കിട്ടുമെന്ന് പറയണം. സോ നമ്മൾ ഇരുന്ന് ശരി 3 വരെ എഴുതി, ഇനി ബാക്കി എന്നാൽ 50 വരെ എഴുതിയേക്കാന്ന് ഓർത്ത് അങ്ങനെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് മാത്സ്, സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇക്വേഷൻസ് ഫോർ ദാറ്റ്. സോ നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഇക്വേഷൻ ടു immediately find the 50th year's salary. അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ നമുക്ക് എഴുതുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു ഫോർമുല എങ്ങനെ വരും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഇയറിൽ എത്രയാ സാലറി? 8,000. ഓക്കെ. സെക്കൻഡ് ഇയർ ആകുമ്പം it would be 8,000 plus 500 rupees. 8,000 plus 500 എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 8,000 plus 1 into 500. 500ഉം 1 into 500ഉം സെയിം അല്ലേ? ഞാൻ ഒരു ഫോർമുലയായിട്ട് കൊണ്ടുവരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. is equal to 8,000 plus 2 minus 1 into 500. 2 minus 1 എന്താ? 1 തന്നെയല്ലേ? അപ്പം 1 into 500 എല്ലാം ഈക്വൽ തന്നെയാണ്. നമ്മളുടെ വാല്യൂവിനകത്ത് ഒരു ചേഞ്ചും ഇല്ല. പക്ഷെ നിങ്ങൾ ഓർക്കാം, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? 4 minus 3 എന്ന് എഴുതിയാൽ പോലെ എന്തിനാ 2 minus 1 തന്നെ എഴുതിയത്? പക്ഷെ ഇങ്ങനെ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇയറിൻ്റെ നമ്പറും ഈ ഒരു ഇക്വേഷൻ തമ്മിലൊരു ബന്ധം വരുത്താനായിട്ട്. ഓക്കെ. അപ്പം ഇവിടെ നോക്കൂ, സെക്കൻഡ് ഇയർ ആയപ്പം എത്ര സാലറി? 8,000 പ്ലസ് 2 minus 1. 8,000 പ്ലസ് 2 minus 1 into 500. ഇനി തേർഡ് ഇയർ ആകുമ്പം എത്രയാണെന്ന് നമുക്ക് നോക്കാം. തേർഡ് ഇയർ ആകുമ്പം സെക്കൻഡ് ഇയറിലെ സാലറി എത്രയാണോ അത് പ്ലസ് 500 ആണ് നമ്മളുടെ തേർഡ് ഇയറിലെ സാലറി. സോ സെക്കൻഡ് ഇയറിൽ നമ്മൾ എത്രയാണ് സാലറി?
8,500. അത് പ്ലസ് 500 ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് ഇയറിലെ സാലറി കിട്ടുന്നത്. സോ ഞാനിവിടെ 8,500 പ്ലസ് 500 എന്ന് എഴുതുന്നതിന് പകരം ആദ്യത്തെ ആ ഫോർമാറ്റ് യൂസ് ചെയ്ത് തന്നെ ഞാൻ എഴുതാൻ പോവാം. എന്ന് വെച്ചാൽ 8,000 പ്ലസ് 500 ഇതായിരുന്നു ഫസ്റ്റ് ഇയറിൽ, അതിൻ്റെ കൂടെ ഒരു 500 കൂടെ, അത് ഇതായിരുന്നു സെക്കൻഡ് ഇയറിൽ, അതിൻ്റെ കൂടെ ഒരു 500 കൂടെ ചേർത്ത് നമുക്ക് തേർഡ് ഇയറിൽ സാലറി കിട്ടും. ഇതിനെ എനിക്ക് 8,000 പ്ലസ് 2 ഇൻറ്റു 500 എന്ന് എഴുതാമല്ലോ, കാരണം 2 വട്ടം 500 വന്നിട്ടുണ്ട്. ഇതിനെ എനിക്ക് 8,000 പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു 500 എന്ന് എഴുതാമല്ലോ, കാരണം 3 മൈനസ് 1 എന്താണ് 2 ആണ്. സോ ഇവിടെ ഈ 3യും ഇവിടെ ഈ തേർഡ് ഇയറും തമ്മിൽ ബന്ധമുണ്ട്. ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 25th ഇയറിലെയും കണ്ടുപിടിക്കാം, 50th ഇയറിലെയും കണ്ടുപിടിക്കാം. ഈ പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞു 50th ഇയറിൽ എത്രയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. 50th ഇയറിൽ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ₹8,000 പ്ലസ് ഇവിടെ തേർഡ് ഇയർ ആയിരുന്നപ്പം ഇവിടെ 3 മൈനസ് 1 എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ 50th ഇയർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതും? 50 മൈനസ് 1 ഇൻറ്റു 500. എല്ലാ ഇക്വേഷനകത്തും ഇൻറ്റു 500 തന്നെയല്ലേ, ജസ്റ്റ് ഡിഫറൻസ് വരുന്നത് ഈ ഒരു ടേമിൽ മാത്രം, ബാക്കി എല്ലാം സെയിം ആണ്. സോ നമുക്ക് അന്നേരം ഇതിൻ്റെ വാല്യൂ കിട്ടും 8,000 പ്ലസ് 49 ഇൻറ്റു 500. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 50th ഇയറിൽ എത്ര സാലറി കിട്ടുമെന്ന് കിട്ടും. ഈ ഒരു എക്സാമ്പിൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായില്ലേ, ഇതിനകത്തും ഈ APക്കകത്തെയും ഓരോ ടേംസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനകത്ത് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ വെച്ചാണ് നമ്മൾ ഈ nth ടേമിൻ്റെ ഫോർമുല എഴുതാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ടായിരുന്നു ചെയ്തത്. ഇനി നമുക്ക് nth ടേം ഓഫ് an AP കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോം എന്താണെന്ന് നോക്കാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു nth ടേം ഓഫ് an APയുടെ ജനറൽ ഫോം എന്താണെന്നാണ്. നേരത്തെ നമ്മൾ എക്സാമ്പിൾ യൂസ് ചെയ്ത് നമ്മളൊരു പാറ്റേൺ ഒക്കെ ഒബ്സർവ് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യുന്നതിനകത്തോട്ട് വന്നായിരുന്നു. പക്ഷേ ഇനി ശരിക്കും നമ്മളുടെ ജനറൽ ഫോം യൂസ് ചെയ്ത് എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ അസ്യൂം ചെയ്യുക A1, ലെറ്റ് A1, A2, A3 എക്സെട്ര ബി ആൻ AP. നമ്മൾ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിനകത്ത് ആദ്യം തന്നെ ഞാനൊരു APനെ അസ്യൂം ചെയ്യുക. അതാണ് A1, A2, A3 എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് കൂടാതെ ഒരു കാര്യം കൂടെ ഞാൻ ഈ അസംഷനകത്ത് ആഡ് ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് ടേം, അതായത് A1ൻ്റെ വാല്യൂ A ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുക. ഓക്കെ, A1ൻ്റെ വാല്യൂ A ആണെന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് ദ ഫസ്റ്റ് ടേം A1 ഈസ് ഈക്വൽ ടു A ആൻഡ് ഓൾസോ ദ കോമൺ ഡിഫറൻസ്, നമ്മുടെ കോമൺ ഡിഫറൻസ് D ആണെന്ന് അസ്യൂം ചെയ്യുക. നിങ്ങൾ ഇത് ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു ജനറൽ ഫോർമാറ്റ് അല്ലെങ്കിൽ ജനറൽ ഫോം ഓഫ് an AP എന്താണെന്ന്. അത് ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതിയേക്കാം. ജനറൽ ഫോം ഓഫ് an AP എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം A, സെക്കൻഡ് ടേം A പ്ലസ് D, തേർഡ് ടേം A പ്ലസ് 2D, അങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതാണ് നമ്മളുടെ ജനറൽ ഫോം ഓഫ് an AP എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടേം A ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ APയുടെ ഡെഫിനേഷൻ അനുസരിച്ച് സെക്കൻഡ് ടേം എന്തായിരിക്കും? നമ്മുടെ ഫസ്റ്റ് ടേം A ആണ്, കോമൺ ഡിഫറൻസ് D ആണ്. അപ്പം സെക്കൻഡ് ടേമിൻ്റെ വാല്യൂ എന്തായിട്ട് വരും? സെക്കൻഡ് ടേംസ് വാല്യൂ വുഡ് ബി A പ്ലസ് D. ഓക്കെ, A പ്ലസ് D. ഇനി ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. A പ്ലസ് ഡിനെ എനിക്ക് A പ്ലസ് 1D എന്ന് എഴുതാൻ പറ്റുമല്ലോ, ഡിഫറൻസ് ഒന്നുമില്ലല്ലോ. 1 മൾട്ടിപ്ലൈ ഡിനെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് D തന്നെയല്ലേ കിട്ടുന്നത്. ഇതിനെ എനിക്ക് വേറൊരു ഫോർമാറ്റിൽ ഇനി എഴുതണം. അതാണ് ഈക്വൽ ടു A പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു D. 2 മൈനസ് 1ൻ്റെ വാല്യൂ എന്താ? 1 അല്ലേ? അപ്പം A പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു D എന്ന് വെച്ചാൽ A പ്ലസ് D എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇക്വലൻ്റ്ലി നമുക്ക് A പ്ലസ് D തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു എന്ന് വെച്ചാൽ, എനിക്ക് ഈ സെക്കൻഡ് ടേം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ടേം വരുമ്പോൾ ഇത് 2 മൈനസ് 1 ആകുന്നു എന്ന് കാണിക്കാനായിട്ടാണ്.
അടുത്ത തേർഡ് ടേം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ സെക്കൻഡ് ടേം എന്തായിരുന്നു? എ പ്ലസ് ഡി. എ പ്ലസ് ഡിന്റെ കൂടെ സെക്കൻഡ് ടേമിന്റെ കൂടെ ഒരു ഡിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ടേം കിട്ടുമല്ലോ. നമ്മളുടെ എ പിയുടെ ഡെഫിനിഷൻ അങ്ങനെയാണ്, പ്രൊസീഡിങ് ആയിട്ടുള്ള ടേം ഏതാണോ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ടേം കിട്ടും. സോ തേർഡ് ടേം എങ്ങനെ കിട്ടുന്നത്? സെക്കൻഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയി ഡിയും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതെന്താകും? ദിസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് 2d. എ പ്ലസ് 2d. ഇനി എനിക്ക് എ പ്ലസ് 2ഡിനെ എനിക്ക് എൻ്റെ ആ ഒരു ഇക്വേഷൻ കിട്ടാനായിട്ടുള്ള ഫോമിലോട്ട് ഞാൻ കൊണ്ടുവരിക. ഓക്കെ, ഇതിനെ എനിക്ക് എ പ്ലസ് 3 മൈനസ് 1 മൾട്ടിപ്ലൈഡ് ബൈ ഡി എന്ന് എഴുതാൻ പറ്റുമല്ലോ. കാരണം 3 മൈനസ് 1 എന്താ? 2 തന്നെയാ. നമുക്ക് കിട്ടേണ്ടത് അത് തന്നെയാണ്. എ പ്ലസ് 2d ആണ് തേർഡ് ടേമിന്റെ ജനറൽ ഫോം. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് ഫോർത്ത് ടേം നോക്കാം. ഫോർത്ത് ടേം നോക്കുമ്പം ഫോർത്ത് ടേം എങ്ങനെയാണ് കിട്ടുന്നത്? തേർഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയി ഡിയും കൂടെ ആഡ് ചെയ്താൽ മതി. നമ്മളുടെ തേർഡ് ടേം എന്തായിരുന്നു? എ പ്ലസ് 2d. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എ പ്ലസ് 3d. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് 4 മൈനസ് 1 ഇൻറ്റു ഡി. ഇനി നിങ്ങൾ ഇതിനകത്ത് ഒബ്സർവ് ചെയ്യും, ഫസ്റ്റ് ടേം നമ്മളുടെ എ ആ. സെക്കൻഡ് ടേം ആയപ്പം നമ്മളുടെ ഇക്വേഷൻ എന്താ കിട്ടുന്നത്? സെക്കൻഡ് ടേമിന്റെ എ പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു ഡി. തേർഡ് ടേം ആയപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താ? എ പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു ഡി. ഫോർത്ത് ടേം ആയപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താ? എ പ്ലസ് 4 മൈനസ് 1 ഇൻറ്റു ഡി. അങ്ങനെ ഈ പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ nth ടേമിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. nth ടേമിന്റെ വാല്യൂ എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? ഇതല്ലേ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ? ഇങ്ങനെയല്ലേ നമ്മളുടെ ഈ പാറ്റേൺ ഒബ്സർവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ എ എൻ ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. കാരണം എന്താ? ഇവിടെ നോക്കൂ, എ 2 ആയിരുന്നപ്പം ഇവിടെയും 2 ആയി, എ 3 ആയപ്പം ഇവിടെയും 3 ആയി. ബാക്കി ഇക്വേഷനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. എ 4 ആയപ്പം ഇവിടെയും 4 ആയി. അങ്ങനെ ഇവിടെ എ എൻ ആകുമ്പം ഇവിടെയും n ആവണ്ടേ? ഇതാണ് നമ്മളുടെ nth ടേം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. a n equal to a plus n minus 1 into d. So that is our formula to find the nth term of an AP. ഇനി ഈ ഫോർമുലയ്ക്കകത്ത് a എന്താണ്? ഫസ്റ്റ് ടേം. d എന്താണ്? കോമൺ ഡിഫറൻസ്. So in this equation a is the first term and d is the common difference. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ മറന്നു പോവില്ല. കാരണം അത് മറന്നുപോയാൽ പിന്നെ നമുക്ക് ഈ ഒരു ഫോർമുല എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്ക് മനസ്സിലാകാതെ ആവും. പിന്നെ എ എന്നിനെ ഈ എ എന്നിലെ എ എൻ ഇസ് കോൾഡ് ദ ജനറൽ ടേം ഓഫ് എൻ എ പി. ദ ജനറൽ ടേം ഓഫ് എൻ എ പി അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാ. പിന്നെ അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എഴുതുവാണ്. ഇപ്പം എനിക്ക് തന്നിട്ടുള്ള എ പിക്കകത്ത് എം ടേംസ് ഉണ്ടെന്ന് വെക്ക്. എം ടേംസ്. അങ്ങനെ എം ടേംസ് ഉണ്ടെങ്കിൽ എൻ്റെ എ എം എന്ന് പറഞ്ഞ ടേം ആയിരിക്കും ലാസ്റ്റ് ടേം. അതിന് എ എമ്മിന് എനിക്ക് എൽ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ വെച്ച് പല ക്വസ്റ്റ്യനിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണാം. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാം. എൻ്റെ എ പിക്കകത്ത് എം ടേംസ്, ഇപ്പം എൻ്റെ എ പിക്കകത്ത് 3 ടേംസ് ഉണ്ടെന്ന് വെക്കുക. അപ്പം ഏതൊക്കെയായിരിക്കും ആ ടേംസ്? A1, A2, A3. അപ്പം എൻ്റെ ലാസ്റ്റ് ടേം എന്താകും? A3. അങ്ങനെ തന്നെ എൻ്റെ എ പിക്കകത്ത് എം ടേംസ് ഉണ്ടെങ്കിൽ എ എം ആയിരിക്കും എൻ്റെ ലാസ്റ്റ് ടേം. അപ്പം ചില ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ആ ലാസ്റ്റ് ടേമായ എ എമ്മിനെ
എൽ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ nth ടേം ഓഫ് എൻ എ പി എന്ന് പറയുന്ന സെക്ഷൻ്റെ തിയറി പാർട്ട്.